ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. രേണുസുധിയുടെ ഫെയിമിന് വേണ്ടി, രേണുസുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. രേണുസുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണോ? ഇത് രേണുസുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. രേണുസുധി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും വേണ്ടി അങ്ങനെ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ഞാൻ അങ്ങനെ അതാരം എഴുതി കൊടുത്തിട്ടുണ്ട്. രേണുസുധി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട, നന്ദിയോട് കാണിക്കേണ്ട, നന്ദിയും കാണിക്കും. എനിക്ക് താല്പര്യമില്ല. അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത്, അവരറിഞ്ഞ് ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ ചോദിച്ചാൽ പറയും എന്റെ കുഞ്ഞ് റിതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന്. മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെ കാര്യവാരി പുരട്ടാൻ വേണ്ടി രേണുസുധി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. രേണുസുധിയുടെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊരു അബദ്ധം പറ്റിയപ്പോൾ പറയാൻ കാര്യം അതാണ്. അവർ കട്ടാൻ പേസ്റ്റ് ചെയ്യുന്നത് അബദ്ധം പറ്റുന്നത്. അബദ്ധം പറ്റിയ ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യുന്നത്. അപ്പൊ കേട്ടല്ലോ ഗൈസ്. അപ്പൊ രേണുസുധി മനഃപൂർവ്വം ഫെയിം കിട്ടാൻ വേണ്ടി നാടകം കളിച്ചതാണ് എന്നുള്ളതാണ് അച്ഛൻ പറയുന്നത്. നമുക്ക് ഈ അച്ഛനെ എല്ലാവർക്കും അറിയാം. രേണുവിന് 7 സെന്റ് ഭൂമി പിന്നെ കൊടുത്തു. അതിൽ വീട് വെക്കാൻ വേണ്ടി 7 സെന്റ് ഭൂമി കൊടുത്ത അച്ഛനാണിത്. അച്ഛനുമായിട്ട് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അച്ഛനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പൊ രേണുസുധി വന്ന് പറയുന്നത് എന്താണ്? അവര് വെറുതെ അങ്ങ് ചോദിച്ചു. അപ്പം വീട് ചോരുന്നോ എന്ന് ചോദിച്ച സമയത്ത് അവര് വെറുതെ അങ്ങ് ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്ത് കള്ളമാണ് രേതു, എന്തുട്ടാ രേണു ഈ കാണിക്കണത്? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലല്ലേ വന്ന് ഈ പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചോദിക്കും ചെലവിന് തരില്ലേ, നിങ്ങളാണോ എനിക്ക് ചെലവിന് തരുന്നത്, എൻ്റെ മക്കൾക്ക് ആര് ചെലവിന് കൊടുക്കുമെന്ന്. ഇത്രയും ഒരു സ്ത്രീയെ ലോകത്തെവിടെയും നമുക്ക് കാണാൻ പോലും കഴിയില്ല. കാരണം അവർക്ക് സഹായിച്ച ആൾക്കാരെല്ലാം അബദ്ധമായി പോയി എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. നമ്മളൊരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കര അന്തസ്സാണല്ലേ. അഭിനയിക്കുന്നതും ഇതൊക്കെ നമ്മളെ ജോലിയാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ആ ജോലി ചെയ്യുന്നതിന് നമുക്ക് അന്തസ്സാണ്. പക്ഷെ നമുക്കൊരു നന്ദി വേണം, നമുക്കൊരു കിടപ്പാടം. ഇന്ന് ലക്ഷോപലക്ഷം ആൾക്കാർക്ക് കയറി കിടക്കാൻ ഒരു വീടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ? കയറി കിടക്കാൻ വർഷങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ച് പണിഞ്ഞ വീട്, ലോൺ എടുത്ത് പണിഞ്ഞ വീട്, ലോൺ അടയ്ക്കാൻ കഴിയാതെ ജപ്തിയുടെ ഭീഷണിയിൽ എന്നെ എത്ര ആൾക്കാർ വിളിക്കുന്നുണ്ടെന്നറിയാം. അങ്ങനെയുള്ള ഒരു ലോൺ എല്ലാ മാസവും EMI അടയ്ക്കാൻ അസുഖം വന്നിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നിട്ട് പറ്റിയില്ല, അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വസ്തു വാങ്ങി തന്ന അച്ഛനും അതുപോലെ തന്നെ വീട് വെച്ച് തന്ന ഫിറോസ് ഉൾപ്പെടെയുള്ള ആൾക്കാരും മറുനാടൻ ഷാജൻസ്കറിയായും ഫ്ലവേഴ്സും എല്ലാവരോടും ഒരിത്തിരി നന്ദി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടേ? നമ്മൾ നാളെ മരിച്ചു പോകുന്ന മനുഷ്യരാണ്. ഇത്രയും നന്ദിയില്ലാത്ത ഒരു സ്ത്രീയെ, ഒരു മനുഷ്യ സ്ത്രീയെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഈ അച്ഛൻ്റെ വാക്കുകൾ, അച്ഛൻ്റെ ആ ഒരു നേരത്തെ ഉള്ളൊരു വീഡിയോയ്ക്കകത്ത് അച്ഛൻ ഭയങ്കര വികാരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ആ അച്ഛൻ അത്രമാത്രം വിഷമിച്ച് പറയണമെങ്കിൽ ആ അച്ഛനുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, അവര് വന്ന് നിന്ന് നോക്കി നടത്തി, സ്വന്തം സഹോദരി അല്ലെ സ്വന്തം ബന്ധുക്കളുടെ വീട് വെക്കുന്ന പോലെ അവര് നോക്കി നിന്ന് നടത്തിയ ഒരു വീടാണ് ഇത്രമാത്രം നശിപ്പിച്ചിട്ടേക്കുന്നത്. ആ വീടിനെയാണ് ഇത്രമാത്രം ചോരുന്നു എന്ന് പറയുന്ന പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഇല്ല. എന്നിട്ട് ഇന്നലെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ട്, അവരോട് റോഹാൻ ചോദിക്കുന്നു, എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ, എന്തെങ്കിലും രേണുവിന് അതിനെക്കുറിച്ച് പറയാനുണ്ടോ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും ക്ഷമ യാചിക്കാനുണ്ടോ? ഞാൻ അതിനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ക്ഷമ യാചിക്കണം? ഇതാണ് അദ്ദേഹം. പിന്നെ എന്തുമാത്രം അഹങ്കാരമാണ് ആ ഒരു ശരീരശാസ്ത്രത്തിലുണ്ട്, ആ ബോഡി ലാംഗ്വേജിൽ തന്നെ എന്തുമാത്രം അഹങ്കാരത്തിലാണ് സംസാരം. ഞാനേതോ വലിയ ആളാണ്, ഞാനങ്ങ് ഭയങ്കര സെലിബ്രിറ്റി ആയിപ്പോയി, ഞാൻ മഞ്ജു വാര്യരെയും കാട്ടി വലിയ വാല്യൂ ഉള്ള ആളായിപ്പോയി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഒരു വാല്യൂം 1% വാല്യൂ പോലും ഉള്ള ഒരാളായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ആൾക്കാർക്കെല്ലാം നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഉയർന്നു വരുമ്പോൾ ഞാനതിൻ്റെ വലിയ സംഭവമാണെന്ന് വിചാരിക്കുകയാണ്. ഈ പെൺകുട്ടിയുടെ അവസ്ഥ നാളെ എന്താവും, ഭാവി ഒന്നാമത്തെ കാര്യം, ഈ കുട്ടിക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ആളാണ്, സൈക്കാട്രിക് പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. എന്തായി തീരും ഇതെല്ലാം കൂടി കണ്ട് സ്ട്രെസ് കയറി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയാണ് എൻ്റെ ഇപ്പം പേടി. പിന്നെ റിത്തപ്പൻ, അച്ഛൻ വന്ന് ഇന്ന് കുറേ പറയുന്ന കേട്ട്, ഇവരുടെ അപ്പൻ വന്ന് പിന്നെ റിത്തപ്പൻ്റെ തന്ത നിങ്ങളാണോ മറ്റേതാണ്, നിങ്ങൾ വേണമെങ്കിൽ
നിങ്ങളെല്ലാം നന്നാകും, ഞങ്ങളെ നോക്ക്. ഈ ഉണ്ടാക്കിയ മകൾക്കറിയില്ല അവനവൻ്റെ മക്കളെ കുഞ്ഞിനെ നോക്കാൻ. ഒരു വീടൊക്കെ സ്വന്തമായിട്ട് കിട്ടുവാണ്, ഒരു രൂപ ലോൺ പോലും ഇല്ലാതെ, 1 രൂപ കടബാധ ഇല്ലാതെ, നമുക്ക് ഒന്നും അറിയണ്ട. പിന്നെ നമ്മൾ ജോലി ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി. ഒരു പൊടി കുഞ്ഞിനെ, 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ എന്താണ് പാട്? ഞങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഞങ്ങളുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മോൻ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. 17-18 വയസ്സായപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് ആരുമില്ലാതെ നമ്മളൊക്കെ വളർത്തി വലുതാക്കി ഇന്ന് അവൻ വലിയൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ വളരെ ചെറുപ്പപ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളായി ആ ഒരു 40 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ മക്കളൊക്കെ ഇത്രയും വലുതായ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള നമ്മൾ ഇത് കേൾക്കുമ്പോൾ, നമ്മളൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർ ഒറ്റയ്ക്ക് ജീവിച്ച് മക്കളെ വളർത്തി, കുഞ്ഞുങ്ങളെ വളർത്തി, വിദ്യാഭ്യാസം എൻ്റെ കൂടെ നമ്മൾ പഠിച്ചു, പ്രൊഫഷൻ നേടി, ഇതെല്ലാം ചെയ്ത ഒരാൾക്കാരാണ് നമ്മൾ. ആരെയും ആശ്രയിച്ചില്ല, ഒരു വ്യക്തികളില്ല. എനിക്കാണെങ്കിൽ പാരൻസ് പോലില്ല, മാതാപിതാക്കൾ മരിച്ചുപോയ ഒരാളാണ്. നമ്മളൊക്കെ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയ ഒരവസ്ഥ നമുക്കിത് കേൾക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ എല്ലാ തൊഴിലും ചെയ്യുന്നവരാണ്, എല്ലാ ജോലികളും. ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്, ആക്ട്രസും കൂടിയാണ്, അഡ്വക്കേറ്റ് ആണ്, ടീച്ചറാണ്. നമുക്ക് ഈ മേഖലയിൽ ഏതൊക്കെ ജോലി ചെയ്യാമോ ആ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക, നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുക. നമ്മളല്ലാണ്ട് തുണി അഴിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് അങ്ങനെ പണം ഉണ്ടാക്കിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നാളെ എൻ്റെ മോൻ 20 വയസ്സുള്ള എൻ്റെ മോൻ നാളെ ചോദിക്കുന്നേ, തള്ളേ നിങ്ങൾക്ക് നാണമില്ലായിരുന്നു, എന്നെ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മറുപടി പറയുക അല്ലേ? അപ്പോൾ ഞാനൊക്കെ 18 വയസ്സായപ്പോൾ തന്നെ മോൻ ജനിച്ചു, അവനെ വളർത്തുന്ന ഒരാളാണ്. വളരെ പ്രായത്തിൽ തന്നെ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് നമ്മൾ ജീവിതത്തിലെ തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. മകനെ വളർത്തി വലുതാക്കി അവനെ നല്ലൊരു പ്രൊഫഷണലാക്കണമെന്ന് വെച്ചാൽ ഇന്ന് സ്വാശ്രയ കോളേജിലാണ് പഠിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 8.5 ലക്ഷം രൂപ ഫീസാണ്. ആരും കൊണ്ടു തരുന്നില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു മാതൃകയാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റി LLM റാങ്ക് ഹോൾഡറാണ്. മോൻ ജനിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ LLBക്ക് പഠിക്കാൻ ചേർന്നത്. അപ്പോൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഓരോരോ പണികൾ ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം മാക്സിമം ട്യൂഷൻ എടുക്കുക, രാത്രിയിലൊക്കെ ഓൺലൈൻ ക്ലാസ്, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ച് കുഞ്ഞിനെ വളർത്തി വലുതാക്കി നമ്മളിന്ന് ആൾക്കാർ 10 പേര് ബഹുമാനിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്തി. PhD ഇന്ന് ഞാൻ ലോയിൽ PhD ചെയ്യുക. എന്നിട്ടും പഠിത്തം നിർത്തുന്നില്ല. 40-45 വയസ്സാകുമ്പോഴത്തേക്ക് കിട്ടുന്ന എല്ലാ ഡിഗ്രികളും എടുക്കുക, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ ഒരു സ്വപ്നത്തിൽ നമ്മൾ അങ്ങോട്ട് ജീവിച്ചു. അല്ലാണ്ട് നമ്മൾ ഈ തുണി ഉരിഞ്ഞ് കാണിക്കലും അല്ലെങ്കിൽ ഇതേക്കുള്ള വിവാദം ഉണ്ടാക്കി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൊന്നും നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്നും അത് നിലനിൽക്കില്ല. അപ്പോൾ ഇത് ഞാൻ രേണുവിനോട് പറയുവാണ്. രേണുവിൻ്റെ യഥാർത്ഥ പേര് പോലും ഇതല്ല കേട്ടോ. അപ്പം എന്തായാലും ഈ അച്ഛൻ പറഞ്ഞ ഈ ഒരു ഇത് ഞാൻ കേട്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇതുവരെ അമ്മൂസ് തൊട്ടിനകത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാണ്. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അത് രേണുവിന് വേണ്ടിയിട്ടൊന്നുമല്ല, എല്ലാവരുടെയും റിയാക്ഷൻസ് വീഡിയോ നല്ലതാണല്ലോ. മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോഴും മറ്റുള്ളവരെ നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതികരിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോ കാണാം.